നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BJP എങ്ങനെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതെന്ന് ഏകനാഥ് ഷിൻഡേക്കും അജിത് പവാറിനും നല്ലവണ്ണം അറിയാം. അവർ പ്രതികരിക്കാതിരിക്കുന്നതിന് കാരണം അധികാരത്തിൻ്റെ പങ്ക് പറ്റാൻ അവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഏകനാഥ് ഷിൻഡേ ചില ഭീഷണി മുഴക്കിയിരുന്നു. ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായാൽ പിന്നെ മഹായുതി സഖ്യം ഉണ്ടാകില്ല എന്ന ഭീഷണി കൃത്യമായും ഷിൻഡേ പലതവണയായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു. ആഗ്രഹിച്ച വകുപ്പുകൾ പോലും കയ്യിൽ കിട്ടാതിരുന്നാൽ പിന്നെ എന്തിനാണ് താൻ മഹായുതി സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് ഷിൻഡേ പറയുന്നു. വാസ്തവത്തിൽ ഷിൻഡേ കാരണമാണ് ഇങ്ങനെയൊരു സഖ്യം തന്നെ ഉണ്ടായത്. അതിന് കാരണമായത് ഉദ്ധവിനെ പിറകിൽ നിന്ന് കുത്തി ശിവസേനയെ പിളർത്തിയെടുത്തത് കൊണ്ടാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഷിൻഡേയും ഉദ്ധവും ഒന്നിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൃത്യമായി BJP പല രീതിയിൽ കളികൾ കളിക്കുന്നുണ്ട്. ഏകനാഥ് ഷിൻഡേയുടെ മകൻ ശ്രീനാഥ് ഷിൻഡേയെ ക്യാബിനറ്റ് മന്ത്രിയാക്കാം എന്ന വാഗ്ദാനവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഷിൻഡേ വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനം എന്ന രീതിയിൽ കൊടുത്തെങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം കൂടി ശ്രീനാഥ് ഷിൻഡേക്ക് നൽകേണ്ട ബാധ്യത ഇപ്പോൾ BJPക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് പോകുന്നത്. നിലവിൽ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് ഷിൻഡേ വിഭാഗത്തിൽ മന്ത്രിസ്ഥാനം കൊടുത്തതെങ്കിൽ പോലും ശ്രീകാന്ത് ഷിൻഡേക്ക് കൂടി കൊടുത്താൽ പിതാവിനെ തണുപ്പിക്കാം എന്നുള്ള ഒരു അടവ് നയമാണ് BJP പിന്തുടരുന്നത്. പക്ഷേ അതൊന്നും കൊണ്ട് ഏകനാഥ് ഷിൻഡേ വരച്ച വരയിൽ നിർത്താൻ കഴിയില്ല. അതിനിടയിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ BJPക്ക് ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ശരത് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കാൻ പോവുകയാണ്. നിലവിൽ ശരത് പവാർ വിഭാഗത്തിന് 10 സീറ്റുകളാണ് ഉള്ളത്. കോൺഗ്രസിൽ ലയിക്കുന്നതോടുകൂടി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ചേരുന്ന സീറ്റുകൾ കൃത്യമായും 16ആയി ഉയരുകയും ദേശീയ തലത്തിൽ ശരത് പവാർ വിഭാഗത്തിൻ്റെ പാർട്ടി കോൺഗ്രസിലേക്ക് ലയിക്കുന്നത് വഴി കോൺഗ്രസിൻ്റെ ടാലി കൃത്യമായും 108ലേക്ക് ഉയരുകയും ചെയ്യും. കാരണം ശരത് പവാർ വിഭാഗത്തിന് 8 MP-മാരുണ്ട്. വലിയ ഒരു മഹാ ട്വിസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരേ സമയം തന്നെ ഉടലെടുക്കുന്ന ആ ലയന പ്രഖ്യാപന പരിപാടിയിലേക്ക് നീങ്ങുമ്പോൾ BJP വീണ്ടും ആശങ്കയിലാണ്. ഒന്ന് ആലോചിക്കൂ, ഷിൻഡേ കൂടി കൃത്യമായും ശിവസേനയോട് കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ താൽക്കാലികമായി BJPക്ക് ഒന്നുമില്ല എന്ന് പറയുമെങ്കിലും അത് വലിയ പ്രകമ്പനമായി മാറും. ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത് BJPയുടെ സൗകര്യാർത്ഥം തന്നെയാണെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റാണെന്നും പലതവണയായി ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ച കാര്യമാണ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസ്യത ഞങ്ങൾക്ക് എന്നേ പോയി എന്നാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞത്. ഏതായാലും ഈ മഹാലയനം കഴിയുന്നതോടുകൂടി കോൺഗ്രസ് ഒന്നുകൂടി സടകൊടിഞ്ഞ് എഴുന്നേൽക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്യമൊന്നാണ്, പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പോംവഴിയെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.